ഓക്കെ ഗീസ്, നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് വേൾഡ് ഓഫ് ക്യൂബ് സർവൈവൽ ക്രാഫ്റ്റ്. ഇത് പിന്നെ പാർട്ട് 2 ആണ് നമ്മൾ വീടുണ്ടാക്കിയത്. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. ഇതിൻ്റെ അകത്ത് ഞാൻ ലാമ്പൊന്നും അധികം വെച്ചിട്ടില്ല. നമുക്ക് ഇനി വെക്കണം. ഭയങ്കര ഇരുട്ട് ഇവിടെ. നമുക്ക് ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കാം. നമുക്ക് ഓക്കെ, ഇവിടെ ലാമ്പ് വെച്ചു കൊടുക്കാം. ഇച്ചിരി നേരം എടുക്കും. നമുക്ക് ഇതില് ഇത് വെച്ചു കൊടുക്കാം. ഈ ടോർച്ച്, ഇത് ഞാൻ പറയുന്ന ടോർച്ച് ആദ്യം വിചാരിച്ചു ഞാൻ ഒരു ലാമ്പാണ്. ഈ ഓറഞ്ച് കളർ കണ്ടിട്ട് നമുക്ക് വേഗം വെച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളിങ്ങനെ എല്ലാം വെച്ചു കൊടുത്തേക്കാണ് കേട്ടോ. നമുക്കിവിടെ ഒരു ഫർണിച്ചേഴ്സ് ഒക്കെ വെക്കണമെന്നുണ്ട്, സോഫ ഒക്കെ. അപ്പൊ നമുക്ക് വെച്ചു കൊടുത്താലോ നമുക്ക്? ഓക്കെ, നമുക്കിവിടെ എവിടെയെങ്കിലും വെച്ചു കൊടുക്കാം. ഓക്കെ, ഇത് കുറച്ച് പാടുപെടും ഈ സോഫയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ. എങ്ങനെയാ സെറ്റ് ചെയ്യാന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നമുക്ക് സോഫ പോലെ ഉണ്ടാക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഏതായാലും നന്നായി എനിക്കറിയാവുന്നത്. അപ്പോൾ നമുക്ക് അത്രയൊക്കെ അറിയില്ല എങ്ങനെയൊക്കെയാ ഉണ്ടാക്കണ്ടേന്ന്. നമുക്ക് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെക്കാണ്ട്. ഇത് കാണുമ്പോ ബെഞ്ച് പോലെ എനിക്ക് ഫീൽ ചെയ്യണം. നമുക്ക് പെട്ടെന്ന് എന്തോ ഇതായിപ്പോയി, നെട്ടിപ്പോയി ഇങ്ങനെ വെച്ചപ്പോ ഇത് സ്റ്റോൺ. നമുക്കിപ്പോ ഇവിടെ ഒന്ന് ഇതൊന്ന് വെച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ചാരി ഇരിക്കാനായിട്ട് ഒരു ഇതില്ലേ, അത് വെച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, നമുക്കത് വെച്ചു കൊടുക്കാട്ടോ. ഓക്കെ, നമ്മളിങ്ങനെ വെച്ചു കൊടുത്തിട്ടാ. ഇത് കാണുമ്പോൾ എനിക്ക് സ്റ്റെപ്പ് പോലെ ഫീൽ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് അടിയിൽ ഇതൊന്ന് കളഞ്ഞേക്കാം. നമുക്ക് എനിക്ക് വല്ല സ്റ്റിക്ക് എങ്ങാനും ഉണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റാക്കാം. നമുക്ക് ഇതൊട്ടുണ്ടല്ലോ ഒരു രസമില്ല സോഫ കാണുമ്പോൾ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ടോർച്ച് വെച്ച് കൊടുക്കാം. ടോർച്ച് അത്ര ഒരു രസമില്ല, ഒരു രസമില്ല ടോർച്ച് വെച്ച് കൊടുക്കുമ്പോൾ. നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ വല്ലതും വെച്ച് കൊടുക്കാം. ഇവിടെ പിന്നെ ഭയങ്കര ഇരുട്ടല്ലേ, പെട്ടെന്ന് അത് വെച്ചപ്പോ ഭയങ്കരമായിട്ട് ലൈറ്റ് അടിച്ച്. നമുക്ക് ഇവിടെ സ്റ്റിക്ക് അടിയിലോട്ട് പോവാം. നമുക്ക് സ്റ്റിക്ക് വേണം നമുക്ക്. ഓക്കെ ഓക്കെ, ഇത് മതി. ഇതല്ല കൺട്രോൾ ചെയ്യാൻ പറ്റണം മൗസ്. ഇത് മതി. ഓക്കെ ഓക്കെ, ഇതങ്ങനെ വെച്ചു കൊടുത്തേക്കാണ്. സ്ഥലം മാറിപ്പോയി. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. വെക്കാൻ പറ്റണമല്ല. വെച്ചാ. ഓക്കെ, നമുക്ക് മുമ്പിൽ വെക്കാം. അത് ഫ്രണ്ടിൽ മാത്രം വെച്ചിട്ടുള്ളൂ, ബാക്കിൽ വെച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ സോഫ ഒക്കെ സെറ്റ് ആക്കിയിട്ടാ. നമുക്കിനി എന്താ ചെയ്യണ്ടേ? ഇവിടെ TV വെച്ചാൽ നമുക്കിവിടെ പക്ഷേ വീഡിയോസും കാണാൻ പറ്റൂല. അതാണ് പ്രശ്നം മെയിനായിട്ട്. നമുക്കിവിടെ ടേബിളാണ് മെയിൻ. അപ്പോൾ നമുക്ക് ടേബിള് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത്രയും വലിപ്പം മതി ടേബിളിന്. ഇത്രയും മതി. നമുക്കിനി ടേബിളിന്റെ വലിപ്പം കൂട്ടാം. ഓക്കെ, ഇത്രയൊക്കെ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അത് വേണ്ട. നമുക്കുണ്ടല്ലോ ഈ ഫസ്റ്റ് കിടക്കാനുള്ള ഇതിനകത്ത് അത് നമുക്ക് വെക്കാം. ഈ കാണുന്ന ഫസ്റ്റ് പെൻസ് അത് വെക്കാം. ഓക്കെ, നമുക്കിനി ഇവിടെയും വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളിങ്ങനെ വെച്ച് കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് TV ആണ് വെക്കേണ്ടത്. ഓക്കെ, TV നമുക്ക് എവിടെ വെക്കും? നമുക്ക് ഈ ഏതെങ്കിലും ഒരു ബ്ലാക്ക് കളറിൽ വെച്ച് കൊടുക്കാം. നമുക്കിവിടെ ഏത് ബ്ലാക്ക്? TVന്റെ സ്ക്രീന് ബ്ലാക്ക് അല്ലേ, അവിടെ നമുക്ക് ബ്ലാക്കാ വെക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ബ്ലാക്ക് ആണില്ലല്ലോ. എനിക്ക് ഇത് കൊള്ളാം, ഇത് മതി നമുക്ക്. നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ,
ഇത് വേണ്ട നമുക്ക്, ഒരു രസമില്ല കണ്ടില്ലേ. ഇപ്പൊ സ്പീക്കർ വെച്ച പോലെ രണ്ട് സ്പീക്കർ വെച്ച പോലെ ഇപ്പൊ റിമൂവ് ചെയ്യാൻ പറ്റില്ല. റിമൂവ് ചെയ്ത് നമുക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത പോലെ വെച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് കണ്ടല്ല, ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഓരോട്ടുള്ള ഇവിടെ നമുക്ക് ഇങ്ങനെയൊന്ന് ടി വി ഒക്കെ കാണാട്ടാ. കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഇങ്ങനെയൊന്ന് ടി വി ഒക്കെ കാണാം. ഇനി നമുക്ക് എന്താ ചെയ്യാ? ഇനി ഒരൈഡിയ കിട്ടാമല്ലോ ചെയ്യാൻ. നമുക്കൊന്ന് കുറച്ചേരം ആലോചിക്കട്ടെ. എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടി. നമുക്ക് ഇവിടെ ടേബിൾ വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ടേബിൾ ഇപ്പോൾ സെറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ നമ്മങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടാ. നമുക്കിവിടെ എന്ത് ഇനി വെച്ചു കൊടുക്കാം? നമുക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കണം. എന്ത് വെക്കാം? ആണ് എൻ്റെ ഉള്ളിൽ വരാത്തത്. എന്ത് വെച്ചു കൊടുക്കും നമ്മ? ഒരു ഐഡിയയും കിട്ടണം എനിക്ക്. എന്താ വെച്ച് കൊടുക്കുക നമ്മ? ഇവിടെ എന്തുട്ടാ വെച്ചു കൊടുക്കാന്ന് എനിക്കറിയില്ല. എന്താ വെക്കുക നമ്മ? നമുക്കിവിടെ ഒരു ടോയ്ലറ്റ് വെച്ചാലോ? ഇവിടെ ടോയ്ലറ്റ് വെക്കാനൊക്കെ സ്പേസ് ഇല്ല പോലെ. ഇവിടെ സ്പേസ് ഇല്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. എന്താണിത്? ഇതെല്ലാം റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, നമ്മങ്ങനെ എല്ലാം റിമൂവ് ചെയ്തൊക്കെയാണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും നമുക്കൊന്ന് ടോയ്ലറ്റ് വെക്കാം. ഇവിടെ വെച്ചേക്കാം നമുക്ക്. ഇവിടെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. കുറച്ച് ടൈം എടുക്കും. നമുക്കൊന്ന് സ്പീഡ് അപ്പ് ചെയ്തേക്കാം. ഓക്കെ, നമ്മങ്ങനെ എല്ലാം സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ഇതൊക്കെ സെറ്റാക്കാൻ കുറേ ടൈമൊക്കെ എടുത്തു. നമുക്ക് ഇവിടെ ഡോറ് വെക്കണം. ഇവിടെ ഏതാണ് നല്ലൊരു ഡോറ്? നല്ലൊരു ഡോറ് കിട്ടുന്നില്ലല്ലോ. ഇതാണ് ടോയ്ലറ്റിന് പറ്റിയ ഡോറ്. ഇത് വെച്ചു കൊടുത്തേക്കാണ് കേട്ടോ അമ്മ. ഓക്കെ, നമുക്കിനി അകത്ത് വെച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, അകത്തേക്ക് കയറാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇത് നമുക്ക് എല്ലാം സെറ്റാക്കാം നമുക്കിനി. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് വെച്ചു കൊടുക്കും. ഇത് തന്നെ വെച്ചു കൊടുക്കാം നമുക്ക്. ഇവിടെ നമുക്ക് മുകളിലോട്ട് കയറാം നമുക്ക്. ഒരാള് നമുക്ക് കമന്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ മര്യാദക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം. എനിക്കിവിടെ റൂഫ് വെക്കേണ്ടി വരും, കാരണം അതാണ് മെയിൻ. നമുക്ക് കുറച്ച് സ്പീഡപ്പ് ചെയ്യാം. ഓക്കെ, ഫൈനലായിട്ട് നമ്മ ഇവിടെ ഒന്ന് റൂഫ് ഫുള്ളാക്കാൻ പോവാണ്. എനിക്ക് മര്യാദക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല കേട്ടോ, കാരണം എനിക്ക് അതിൽ കൂടെ ഹൈറ്റിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ അത് ചെറിയ ആയിട്ടാണ് വെച്ചിരുന്നത്. നമുക്ക് മര്യാദക്ക് വെക്കാൻ പറ്റുമോ നോക്കാം. ഫുള്ളായി. ഓക്കെ, ഇനി നമുക്ക് അകത്ത് ടബും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് നമുക്ക് ടോർച്ച് വെച്ച് കൊടുക്കാം. ഭയങ്കര ഇരുട്ട്. ഓക്കെ, ഇവിടെ ടോർച്ച് ഇവിടെ. ഓക്കെ, നമുക്ക് ടോർച്ച് എടുക്കാം. ഓക്കെ, നമ്മങ്ങനെ എടുത്തേക്കാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ അകത്ത് ഫുള്ള് വെച്ച് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ബാത്തപ്പ് വെച്ച് കൊടുക്കാൻ വലിയ പണിയൊന്നും ഇല്ല കേട്ടാ. ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഞാൻ വെറുതെ വെച്ചപ്പോഴത്തേക്ക് വന്ന് എന്താണിത്? മര്യാദക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണല്ലോ. ഇവിടെ അല്ല. ഓക്കെ, നമുക്ക് വെച്ച് കൊടുക്കാം ഇവിടെ ഫുള്ള്. ഓക്കെ, വേഗം. ഓക്കെ, നമ്മങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തേക്കാണ്ട. ഇനി നമുക്ക് ഇവിടെ ടബാണ് മെയിനായിട്ട് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടെ ടബൊക്കെ വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ സ്റ്റോണാണ് വെക്കണ്ടേ. ഓക്കെ,
നമുക്കൊരു കാര്യം ചെയ്യാൻ വെച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ ഒന്ന് ടബ് വെച്ചു കൊടുക്കാം. എനിക്ക് ടബ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രണ്ട് ടോസ് ചെയ്തിട്ട് പോയി. നമുക്ക് വേഗം സെറ്റാക്കാം. ഓക്കെ, അയ്യോ ഇതിങ്ങനെ വെക്കണ്ട. കാരണം ഇങ്ങനെ വെച്ചാലേ ഒരു സുഖം ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി വെക്കാം. ഇവിടെ നമുക്ക് വാട്ടർ വെച്ച് കൊടുക്കാം. എവിടെ വാട്ടർ? ഇവിടെ വാട്ടർ ബാക്ക് കിട്ടി. ഓക്കെ, നമുക്ക് അങ്ങനെ വാട്ടർ കിട്ടി വെക്കാം. നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ ടബൊക്കെ സെറ്റാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ബാക്കിയുള്ള ടോയ്ലറ്റ് അതാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് ടോയ്ലറ്റ് വെച്ച് കൊടുക്കാം. ഭയങ്കര പാടായിരിക്കുമല്ലേ? ഭയങ്കര പാടുപെടും നമ്മ. കാരണം ക്ലോസറ്റ് ഉണ്ടാക്കാൻ നല്ല പണിയാണ്. അതുകൊണ്ടാ നമുക്ക് തൽക്കാലം ഒന്ന് ക്ലോസറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി വെക്കുക. ഓക്കെ, എങ്ങനെയെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയല്ല തെറ്റി എനിക്ക് എല്ലാം തെറ്റിപ്പോയി. ഓക്കെ, നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാ നമുക്ക് ചെയ്യേണ്ടത് തെറ്റി അത് കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് റിമൂവ് ഇത് കളയാം. ഓക്കെ, ഓക്കെ, അങ്ങനെ സെറ്റായിട്ടാ. ഇനി സൈഡിലുള്ള റിമൂവ് ചെയ്ത് കളയാം നമുക്ക്. അപ്പൊ ടോയ്ലറ്റ് അങ്ങനെ സെറ്റായി ഫൈനലി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒന്ന് വെറുതെ ഒന്ന് വാട്ടർ വെച്ച് കൊടുത്താലാ. ആ ടബിലല്ല, ഈ ടോയ്ലറ്റിൽ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് നമുക്ക് പോവാം. ഓക്കെ, നമ്മങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കാൻ. ഇതായി നമ്മ ചെയ്ത് വയ്യാണ്ടായി. നമുക്കിനി ഇവിടെ ഒരു റൂം സെറ്റാക്കാം. എനിക്ക് റൂം സെറ്റാക്കേണ്ടത് നമുക്ക് ഇവിടെ ഒരു റൂം സെറ്റാക്കാം. ഓക്കെ, ഏത് സെറ്റാക്കുമെന്ന് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ, ഫൈനലി എനിക്ക് ഐഡിയ കിട്ടി. നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം സെറ്റാക്കാം. ഏത് ബെഡ്റൂം നമ്മൾ സെറ്റാക്കും? ബെഡ്റൂമിൽ എന്തൊക്കെ വെക്കണം എന്തൊക്കെ ഒന്നും എനിക്കറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു ബെഡ്റൂം വെച്ചെടുക്കാം. നമുക്ക് അതിൻ്റെ ഇങ്ങനെ അവിടെ ഉള്ള സ്പേസ് ഒന്ന് വെക്കാം നമുക്ക്. എന്നിട്ട് ബെഡ്റൂമൊക്കെ സെറ്റാക്കാം നമുക്ക്. ഓക്കെ, നമ്മങ്ങനെ സെറ്റാക്കി വെക്കാം. നമുക്കിനി ഇവിടെ ഒരു ഡോറ് കൊടുത്തേക്കാം. ഏത് ഡോറ് കൊടുക്കും നമുക്ക്? ഈ ഡോറ് തന്നെ കൊടുത്തേക്കാം. ഈ ടോയ്ലറ്റിൻ്റെ അല്ലാത്ത നമ്മുടെ മെയിൻ ഡോറ് പിന്നെ നമുക്ക് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, നമ്മങ്ങനെ വെച്ചേക്കാം. നമുക്കിനി എന്താ വേറെ പണി? ഇനി നമുക്ക് ബെഡ്റൂമാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ബെഡ്റൂം വെക്കാം. നമുക്കിവിടെ ഏത് ബെഡ്റൂം വയ്ക്കും? എനിക്ക് ബ്ലൂ ബെഡ്ഷീറ്റ് ഇഷ്ടം. എനിക്ക് കിട്ടി. ഇത് മതി. പക്ഷെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. ബ്ലോഗ് പോലെ എനിക്ക് കാണണം. ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ മതി എനിക്ക്. ഓക്കെ, നമ്മളിങ്ങനെ 2 ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടാ ഇത് നമുക്ക് 2 പേർക്ക് കിടക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡ്രസ്സിംഗ് റൂം സെറ്റാക്കണം. അത് നമുക്ക് സെറ്റാക്കാം. നമ്മൾ ഇവിടെ സെറ്റാക്കാന്ന് വിചാരിച്ചത്. എവിടെയായാലും കുഴപ്പമില്ല. നമുക്ക് ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി. ഡിലീറ്റ് എല്ലാം ഡിലീറ്റ് മര്യാദക്ക് വെക്കണത്. ഇതെങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ഇത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. നമുക്കിനി ഡ്രസ്സിംഗ് റൂം സെറ്റാക്കാം. ഇത് വലിപ്പം പോരാത്തത് പോലെ എന്താന്ന് എനിക്കറിയില്ല. കുറച്ചും കൂടി വലിപ്പം കൂട്ടേണ്ടി വരും. നമുക്കിത് എന്താ ചെയ്യാ?
എന്താ ചെയ്യാൻ നമ്മൾ ഇനിയിപ്പോ എല്ലാം ഡിലീറ്റ് ചെയ്യാം നമുക്ക്. ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ കണ്ടില്ലേ ഒരു സ്പേസ് ഒന്നും ഇല്ല ഇവിടെ. അതാണ് പ്രശ്നം. നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടാം. നമ്മ ഇവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമുക്കൊരു കാര്യം വേഗം ഒന്ന് സ്പീഡപ്പ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അലമാരി. അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. എനിക്ക് ബ്രിക്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ അറിയാം. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ നന്നായിട്ട് അറിയാം. ഇതിപ്പോ കുറേ നേരം കൂട്ടാ സെറ്റ് ആവാൻ. ഇതിപ്പോ ചെറുതായിപ്പോ ഇത് ആയതായാലും കുഴപ്പമില്ല. നമുക്കൊരു വുഡൻ ഡോഗ് വെച്ച് കൊടുക്കാം. സെറ്റായിപ്പോ അപ്പൊ ഒരു ഡ്രസ്സിംഗ് റൂമും സെറ്റായി. നമ്മ ഇങ്ങനെ പുറത്തേക്ക് ഡോറില്ല ഇവിടെ. നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ വെച്ചാലാ. ഓക്കെ ഫൈനലി ഞാൻ എങ്ങനെ സെറ്റ് ചെയ്തിട്ടാ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഈ അയൺ ഡോറ് വെച്ച് കൊടുക്കാം. ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ മുകളില് ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഫസ്റ്റ് കാണും ഡൗട്ട് നമ്മങ്ങനെ വെച്ച് കൊടുത്തിട്ടാ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി ബാക്കി ഉണ്ടാവോ എനിക്കറിയില്ല. ഇനിയിപ്പോ ഞാൻ വെറുതെ സ്റ്റോറി പോലെ കാണിച്ചുതരാം. ചേടാ എനിക്ക് ടി വി കണ്ട് ബോറടിക്കുകയാണ്. എനിക്കൊന്നും കണ്ടില്ല. എനിക്കൊന്ന് ടബിൽ കുളിക്കണം ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞ പോലെ എനിക്കിപ്പോ ഫീൽ ചെയ്യണം. അങ്ങനെ ഒരു സ്റ്റോറി മോഡൊക്കെ ചെയ്യാൻ പറ്റും ഇതില്. സോ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.